ഹലോ, മൈ ലൈഫ് ബാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ എപ്പോഴത്തെ ഒരു ഡൗട്ടായിരിക്കും അല്ലേ, കറി എന്ത് വെക്കുക എന്നുള്ളത്. ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? ഫില്ലറ്റ്സ് ആണ് കേട്ടോ, എഗെയിൻ. അപ്പോൾ അത് നമുക്ക് പീര പോലെ വെക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഫസ്റ്റ് ട്രൈ ആണ്, പക്ഷേ സൂപ്പർ റിസൾട്ടായിരുന്നു കേട്ടോ, അടിപൊളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കുഞ്ഞുള്ളി ഉണ്ട് കേട്ടോ. അത് വളരെ കുറച്ചേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഓപ്ഷണലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നമ്മുടെ ചോപ്പറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് മീൻ വെട്ടുക, കഴുകുക, വൃത്തിയാക്കലോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഇതിനകത്ത്. ഈ ഒരു പാക്കറ്റ് നമുക്കുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 3-4 ദിവസത്തേക്കൊക്കെ ഉള്ള കറി നമ്മൾ വർക്കിംഗ് വിമൻസിന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാൻ അതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് നടുവേ കീറിയിട്ടാണ് വെച്ചേക്കുന്നത്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണയല്ല, സാധാരണ ഓയിലാട്ടോ. കടുക് പൊട്ടിച്ചു. അതിലോട്ട് പിന്നെ ഇട്ട് കൊടുത്തേക്കുന്ന കുറച്ച് പെരിഞ്ജീരകമാണ്. കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന നമ്മളുടെ സവോള, ഇഞ്ചി, ആ സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടെ കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വരണം. നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വെന്ത് വരുന്നവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കണ്ടല്ലോ, അത്യാവശ്യം ഇത് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ, പ്ലീസ്, മറക്കണ്ട. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതും എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷണലാണ്. ഇനിയിപ്പോൾ അത് യെല്ലോ കളറിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുളക് പൊടി ചേർക്കാണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നന്നായിട്ട് ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്, കുറച്ച് നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അതും ഓപ്ഷണലാണ്, നമുക്ക് സ്കിപ്പ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഓയിൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരവിയതാണ് കേട്ടോ. ചിരവി എടുത്ത തേങ്ങയാണിത്. അപ്പോൾ അതൊരു അത്യാവശ്യം നമുക്ക് എത്ര പീര വേണോ അത്രത്തോളം നമ്മുടെ മീനിൻ്റെ അളവൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ഒരു ഇതുപോലെ എടുക്കുക. ഞങ്ങളിവിടെ ഒരു എന്താ പറയുക, ഒരു കപ്പോളം തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം മീനിൻ്റെ അനുസരിച്ചിട്ടുള്ള ആ തേങ്ങ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കറി കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുവാണ്. പറയാൻ മറന്നുപോയി, പുളിയും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുടംപുളി. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ. കാരണം ഇത് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, ഈ മീനിൻ്റേതായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും, കാരണം മുള്ളേ ഇല്ല. ഇത് മറ്റേ ഫ്ലഷ് മാത്രമുള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ വർക്കിംഗ് വിമൻസിനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പോണതിന് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ലൈക്കൊക്കെ അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.